ഒരു കാമണിക്കൂർ കുതിർത്ത് വെച്ച സാബൂനരിയാണ്. ചൊവ്വരി, സാബൂനരി അങ്ങനെ പലതും പറയും പലയിടത്തും. ഒന്ന് ചെറിയ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് ഞാനൊരു പാക്ക് പാലിലാണ് ഉണ്ടാക്കുന്നത്. ഡെസേർട്ട് പോലെ ഇങ്ങനെ പുഡിംഗ് അല്ല കേട്ടോ, ഡെസേർട്ട് പോലെ ഉണ്ടാക്കാനാണ്. പാലൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ബാക്കി വരുന്ന പാലിൽ 2 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ, വാനിലേൻ്റെ കസ്റ്റേർഡ് പൗഡറാണ്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതുകൂടി ഒഴിച്ച് നന്നായി ഇളക്കി കുറുക്കിയെടുക്കുക കേട്ടോ. ഞാൻ 1/2 ടിന് മിൽക്ക് മെയ്ഡ്, ബാക്കി പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാരയും ചേർത്തു. നമ്മളടുത്തുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇടാം കേട്ടോ. ഞാൻ കാഷ്നട്ടും കിസ്മിസും വാൾനട്ടും ഇട്ടിട്ടുണ്ട്, ബദാമും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. കുറുകി വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. നമ്മളടുത്ത് എന്താ ഉള്ള ഫ്രൂട്ട്സ് നമുക്കൊന്ന് ആഡ് ചെയ്ത് വെറുതെ ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ 2 പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഡെസേർട്ടാണ്, പുഡിങ് അതാ നല്ല കട്ടി ആക്കാതിരുന്ന അതാ നല്ല കട്ടിയാക്കിയ പുഡിങ് പോലെ ആവും. ഇതിങ്ങനെ കോരി കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ട്രോബെറിയും പൈനാപ്പിളും ചെറുതായി ഒന്ന് മുറിച്ചെടുത്ത് ഒന്ന് കുറച്ച് തണുത്തിട്ടാകുമ്പോൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഫ്രിഡ്ജിൽ നിന്നിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിനിടയിൽ നമുക്ക് ഈ മുട്ട ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. നന്നായി എണ്ണ സ്പ്രെഡ് ചെയ്യണം കേട്ടോ മുട്ട ഒഴിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പണി കിട്ടും. ചെറുതായി അരിഞ്ഞ ഉള്ളിയും മല്ലിച്ചപ്പും കുരുമുളക് പൗഡറും ഉപ്പും ചേർത്ത് ഒന്ന് ആവിയിലൊന്ന് നമുക്കിത് വേവിച്ച് മേലെ അത് റൗണ്ടായി കട്ട് ചെയ്ത ബ്രെഡും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയത്. നന്നായി എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇളകി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒരു ബാറ്റർ ഉണ്ടാക്കി അതിലൊന്ന് നോക്കി പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഡെസേർട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ. പുതിന വാട്ടറാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ജലദോഷം ചുമയുള്ളത് കൊണ്ട് വെറും പുതിനയും ഇഞ്ചിയും അടിച്ച് പഞ്ചസാരയിട്ടൊന്ന് അടിച്ചെടുത്തതാണ് ഈ വെള്ളം. ഞാൻ ഐസ് കാണിക്കാൻ വേണ്ടിയിട്ടത്. ഐസ് നമ്മൾ ഉപയോഗിക്കൽ വളരെ കുറവാണ്.